ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ നേതാവ് അദ്ദേഹം എന്താ പറയുന്നത് ഫലമ്മാ നജ്ജാഹും എന്ന ആയത്തോതിയിട്ട് അദ്ദേഹം പറയുന്നു, മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാവേളയിൽ കാറ്റും കോളും വരുന്ന സമയത്ത് അവർ അള്ളാഹുവിനെ വിളിച്ച് തേടാറുണ്ട്. ആ സംഭവം പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ എന്ന് പറഞ്ഞു. അതിനദ്ദേഹം പറയുന്ന അർത്ഥം ഒന്ന് കേട്ടോളൂ. നജ്ജാഹും മിനൽ ബർരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോൾ കപ്പൽ മുങ്ങാൻ നേരത്ത് റബ്ബേ കാക്കണേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കും. രക്ഷപ്പെട്ടാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ പങ്കുചേർക്കും. ഇബ്രാഹിം നബി നമ്മളെ രക്ഷിച്ചു, ഇസ്മായിൽ നബിന്റെ വർക്കത്തോട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ കരയിലെത്തിയാൽ അവർ അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഇല്ല, ഒരൊറ്റ ആയത്തിലുമില്ല. ഇസ്മായിൽ നബിയാണെന്നൊരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബിയാണെന്നൊരു മുശ്രിക്കും വിശ്വസിച്ചിട്ടില്ല. പച്ചക്കള്ളം ഖുർആനിന്റെ പേരിൽ പറഞ്ഞതാണ്. മോചനത്തിന്റെ പേരിലിറക്കിയ സീഡിയിലാണ് കള്ളം പറയുന്നത്. ഖുർആനിന്റെ പേരിൽ പറഞ്ഞ കളവാണ്. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, ഖുർആനിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫലമ്മാ നജ്ജാഹും എന്നതിന് അയാൾ പറഞ്ഞ അർത്ഥവും തെറ്റാണ്. അതിന്റെ ശരിയായ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഫലമ്മാ നജ്ജാഹും, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ ഇലൽ ബർരി, കരയിലേക്ക് ഇദാഹും യുശ്രികൂൻ, അവരുടെ ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ട് അവരതാ ശിർക്ക് ചെയ്യുന്നു. അതെ, അത് അമാനി മൗലവിയുടെ പരിഭാഷയിൽ പോലും പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് ഇവർ പച്ചക്കള്ളം പറഞ്ഞ് സീഡി ഇറക്കുന്നത്? ഇതാണോ സഹോദരന്മാരെ ഇസ്ലാം? ഇതാണോ ഖുർആൻ? മോചനം വേണോ? സ്രഷ്ടാവിന്റെ സന്ദേശത്തിലേക്ക് വന്നോ മുജാഹിദേ? ഇത് മൗലവിമാരുടെ സന്ദേശമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ പേരിലല്ലേ ഈ കളവ് പറയുന്നത്? അള്ളാന്റെ പേരിൽ കളവ് പറയുന്നവരെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറഞ്ഞു, ഫമൻ അദ്റമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽം. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ, ഒരു ഇൽമുമില്ലാതെ ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? സൂറത്തുൽ അൻആമിൽ അല്ലാഹു ചോദിക്കുകയാണ്, സൂറത്തുൽ നിസാഇൽ അല്ലാഹു ചോദിക്കുകയാണ്, ഒന്നൂർ നോക്കൂ നബിയേ, കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ, നോക്കൂ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാന്റെ പേരിൽ എങ്ങനെ ഇവർ കള്ളം വെച്ച് കെട്ടി പറയുന്നത്? വകഫാ ബിഹി ഇസ്മൻ മുബീന, ഇത് തന്നെ പോലെ വ്യക്തമായ തെറ്റായിട്ട് വളരെ മോശമല്ലേ അള്ളാന്റെ പേരിൽ കള്ളം പറയൽ? അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു നമുക്ക് മോചനത്തിന് പറഞ്ഞു തന്നത് എന്താണ്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, അവൻ വിശ്വസിക്കുന്നു എല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന്. ഈ ഞാൻ പ്രസംഗിക്കുന്നു എന്റെ കഴിവല്ല, അത് അല്ലാഹുവിങ്കൽ നിന്നുള്ള കഴിവാണ്. ഈ നാവ് എന്റേതല്ല, ഈ മനസ്സ് എന്റേതല്ല. എന്റെ മനസ്സിലിട്ട് തരുന്നവൻ റബ്ബ്, നാവ് കൊണ്ട് പറയിപ്പിക്കുന്നവൻ റബ്ബ്, എല്ലാം റബ്ബ്. അതല്ലേ സഹോദരന്മാരെ, 5000-ഓളം മലക്കുകളെ അല്ലാഹു ജല്ല ജലാലുഹു ബദരീങ്ങളെ സഹായിക്കാൻ ബദർ ഇറക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. മലക്കുകൾ മുഖേന അല്ലാഹു സഹായം കൊടുത്തിട്ട് അല്ലാഹു പറയാണ്, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് ഗുണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നുണ്ടോ എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇത് തന്നെയാ 1-ാം ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞതും, വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്,
എല്ലാ ഷർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. എന്നാൽ ജനങ്ങളെ മോചനത്തിന് വേണ്ടി സീഡിയിറക്കുന്ന മൗലവി പറയുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവൂല പോൽ, സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവൂല പോൽ. അത് കേവലം ഒരു കാരണമെന്ന നിലയ്ക്ക് പറഞ്ഞതാണെങ്കിൽ സഹോദരന്മാരെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല, മഹാന്മാരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറയുന്ന കൂട്ടരല്ലേ ഇവര്? അവരല്ലേ പറയുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല? സൂര്യൻ നല്ലതാണ്. സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല, സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല കേട്ടോ. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് ഭക്ഷണം തരാൻ സൂര്യൻ വേണോ? അള്ളാഹു നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന് സൂര്യൻ വേണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊക്കെയാണ് പറയുന്നത്? അന്നാലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗ്ഗത്തിലെ ഭക്ഷണം ഇറങ്ങി വരികയാണ്. അതാ പരിശുദ്ധ ഖുർആൻ അത് പറയുകയാണ്. മറിയം ബീവിയുടെ കറാമത്താണ്. സൂര്യൻ ഉണ്ടായിട്ടാണോ സ്വർഗ്ഗത്തിൽ ഭക്ഷണം? സുബ്ഹാനല്ലാഹ്. ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. സ്വർഗ്ഗത്തിൽ സൂര്യനെ കാണാനുണ്ടോ? സൂര്യനില്ലേ ഭക്ഷണം ഉണ്ടാവൂലേ? ആരാണ് ഇവരോട് പറഞ്ഞത്? അല്ലാതൊരു കാരണമെന്ന നിലക്കാണോ? എന്നാൽ ഞാൻ ചോദിക്കുന്നു, അമ്പിയാക്കൾ അതുപോലെ നന്മക്ക് കാരണമാണെന്ന് വിശ്വസിച്ചാൽ, ഔലിയാക്കൾ നന്മക്ക് കാരണമാണെന്ന് വിശ്വസിച്ചാൽ, ചോദിക്കട്ടെ, ഞാനൊരു മൗലവിയുടെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, മുഹീദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനിയും കിതാബുൽ ഗുനിയത്തും അതുപോലെ ഫുതൂഹുൽ ഗൈബും പള്ളി ദർസിൽ ഓതി പഠിക്കാൻ തുടങ്ങിയാൽ അല്ലാഹുവല്ലാതെ വിളിക്കാൻ ആളുണ്ടാവൂല. എന്നാൽ അവർക്ക് എന്ത്, അവരെ കോളേജുകളെ അതൊന്ന് പഠിപ്പിച്ചൂടെ? മുജാഹിദിന്റെ മൗലവിമാർ എന്റെ കോളേജിലെ നിർത്തിയെടുത്താത്തതെന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ആ കിതാബുകളിൽ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞ കിതാബല്ലേ കിതാബുൽ ഗുനിയത്ത്? നബിയോട് സങ്കടം പറയണം, ശഫാഅത്ത് ചോദിക്കണമെന്ന് പറഞ്ഞ കിതാബല്ലേ കിതാബുൽ ഗുനിയത്ത്? അതുപോലെ ഔലിയാക്കൾ മുഖേനയാണ് നമുക്ക് മഴ കിട്ടുന്നതെന്ന് പറഞ്ഞ കിതാബല്ലേ ഫുതൂഹുൽ ഗൈബ്? ഔലിയാക്കൾ മുഖേനയാണ് ഭക്ഷണം കിട്ടുന്നതെന്ന് പറഞ്ഞ കിതാബല്ലേ ഫുതൂഹുൽ ഗൈബ്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അത് ദർസ് നടത്തിയാൽ, മുജാഹിദിന്റെ കോളേജിൽ ദർസ് നടത്തിയാൽ പിന്നെ ഒരൊറ്റ മുജാഹിദ് ഉണ്ടാവൂല കേട്ടോ. അതുകൊണ്ടാണ് അവരത് നടത്താത്തത്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതേ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, ഇന്നമാ തുർസഖൂന ബിദുഅഫാഇകും. നിങ്ങളിലുള്ള ദുർബലന്മാരായ മഹാന്മാര് മുഖേനയാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്. ഭക്ഷണം കൊടുക്കുന്നവനാരാണ്? ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. എന്നാൽ വേറൊരു മൗലവി അയാൾ പറയുന്ന ജിന്നുണ്ടെങ്കിൽ എല്ലാ മുസീബത്തും നിന്നും രക്ഷപ്പെട്ട് കിട്ടൂന. അതെന്ന് വെച്ചോട്ട് അവൻ എത്രത്തോളം ജിന്നുണ്ടെങ്കിൽ, ഒരു ജിന്നിന്റെ സേവ, ജിന്നിന്റെ സഹായം ഉണ്ടെങ്കിൽ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, ജിന്ന് വന്ന് വിളിക്കും, അലാരം വെക്കണ്ടില്ല. പിന്നെ ജിന്നിന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ റോഡ് അപകടം ഉണ്ടാവൂല, വാഹന അപകടത്തിനൊക്കെ ജിന്ന് രക്ഷിക്കുന്നാണ്. അതെന്ന് വെച്ചോട്ട് അവനെ കൊടുത്തിട്ട് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചമർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളുടെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അപ്പൊ വാഹന അപകടത്തിന് രക്ഷപ്പെടുന്ന ജിന്ന്, ആ ജിന്നിന്റെ അഡ്രസ് ഒന്ന് നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മൗലവിമാര് കൊടുത്താൽ എത്ര സൗകര്യമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അപകടത്തിന് രക്ഷപ്പെട്ടു കിട്ടും. എന്നാ സഹോദരന്മാരെ, ജിന്നുകൾ വാഹനാപകടത്തിന് രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന ഈ കക്ഷികൾ, അത് അനുഭവമാണ്. അയാൾ പറഞ്ഞു അനുഭവം പിന്നെ തിരുത്താൻ കഴിയും. ചില മൗലവിമാര് ഞങ്ങളിത് എടുത്തു കാണിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അനുഭവം എങ്ങനെ തിരിച്ചുക? അനുഭവം തിരിച്ചാൽ പിന്നെ സ്വന്തം മക്കൾ തന്നെ ഉണ്ടാവും.
അനുഭവം തിരുത്താൻ പറ്റുമോ? ഇനി അയാൾ പറഞ്ഞ അനുഭവമാണെന്നല്ലേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ നന്മയുടെയും കാരണക്കാരനാരാണ്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൽ ലഹറത്തി ഔ ബഖലത്തി നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഹിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. നമുക്ക് ദുനിയാവിലോ ദീനിലോ എന്ത് ഗുണം കിട്ടുന്നുണ്ടോ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, എല്ലാത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകം എത്ര അർത്ഥവത്താണ്. അതിന് മുമ്പ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, വസ്തഫാബിഹി മലായികത, അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണ്. എങ്ങനെ? ക്രിസ്താബ്ദം 571 ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള മുഖേനയാണ് ആദം നബിയെ പടക്കുന്നതിന് മുമ്പുള്ള മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത് ശാഫിഈ ഇമാം പറഞ്ഞത്. അതെങ്ങനെയാണോ? അതാർക്കും മനസ്സിലാവും. ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള സർവ്വലോകത്തെയും ലോകരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. ആ പ്രകാശം കൊണ്ട് ആദ്യം പടക്കപ്പെട്ടത് അതാണ്. അത് ഇബ്നു ഹജർ തങ്ങൾ സറഹുൽ ഹംസിയിലും വിശദമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ നബി തങ്ങൾ മുഖേനയാണ് മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത്. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഞാനത് നാദാപുരത്ത് നിന്ന് വായിച്ചപ്പോ സലഫി, അതാ ഞാൻ പറയട്ടെ, അദ്ദേഹം നാദാപുരത്ത് വന്നിട്ട് ശാഫിഈ ഇമാമിനെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് തുറന്ന് സമ്മതിച്ചു. പക്ഷേ വസ്തഫാദി മലായികത എന്ന വാചകം അദ്ദേഹം വായിച്ചു, അതിനർത്ഥം പറഞ്ഞില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ സീഡി ഒന്ന് പോയി പരിശോധിക്കാൻ നിങ്ങൾക്കൊരു സന്മനസ് അല്ലാഹു നൽകട്ടെ. ഞാൻ എന്റെ മുജാഹിദിന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ പോയൊന്ന് പരിശോധിക്കൂ. അദ്ദേഹത്തിന്റെ ഇക്കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രസംഗം വസ്തഫാദിഹി മലായികതഹു, ശാഫിഈ ഇമാം പറഞ്ഞു അല്ലാഹു മലക്കുകളെ തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണ്. അതിന്റെ അർത്ഥം മലയാളത്തിന് സലഫി പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞാൽ അനുയായികൾ രാജിവെക്കും. എന്തിനാണ് ഈ മലക്കമ്മറിയലൊക്കെ എന്ന് ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അതൊക്കെ ഞാൻ വിശദമായി എന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വാസ്തവത്തിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാതെ, അംഗീകരിക്കാതെ, ആദരിക്കാതെ ഈമാനില്ല. അല്ലാഹു പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النൂറ الذي ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു നബിയെ ബഹുമാനിച്ചവർ, ആദരിച്ചവർ, വനസറൂഹു നബിയെ സഹായിച്ചവർ, നബി തങ്ങൾ കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ സഹായിച്ചവർ, വത്തബഉ النൂറ الذي ഉൻസില മഅഹു നബിയുടെ കൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രകാശം പരിശുദ്ധ ഖുർആനിനെ പിന്തുടർന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയികൾ. നബിയെ ബഹുമാനിക്കുന്നവരാണ് വിജയികൾ, അവരാണ് മോചിതർ, അവരാണ് വിജയികൾ, അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ പുത്തൻവാദികൾ എന്ത് ചെയ്തു? പുത്തൻവാദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്നു, നബിയെ അപമാനിക്കുന്നു. അത് ഔലിയാക്കളുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചു. മരണ സന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്തു മുഹമ്മദ് മുസ്തഫ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. നാടൊട്ടാകെ നടന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തുന്ന ആളാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു മൗലവിയില്ലേ, MM അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന വാക്ക് നേരിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് മക്കയിൽ ജനിച്ചു. ആ മക്കയിൽ മറ്റുള്ള മുഴുവൻ ജനങ്ങളിലും വ്യത്യസ്തനായി അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും വിളിക്കുന്ന വിധത്തിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ അറബി പയ്യനെന്നാണ്, ഒരു സാധാരണ അറബി പയ്യനെന്നാണ് നബിയെ കുറിച്ച് MM അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിക്കാ മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ശരിയല്ലേ മറ്റേ മൗലവി പറഞ്ഞത്? പുത്തൻവാദികൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? പുത്തൻവാദിയായ അക്ബർ മൗലവി നബി അപമാനിച്ച വാചകമല്ലേ? ഞാൻ കൂടുതൽ അതിന് തെളിവ് പറയേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങളോട് തെളിവ് പറയണോ? മുസ്ലിമീങ്ങളോട് അതിന് ഞാൻ തെളിവ് പറയണോ? ചോദിക്കട്ടെ, മക്കയിൽ എത്ര ആളുകൾ ജീവിച്ചിരുന്നു അക്കാലത്ത്? അവരാരെങ്കിലും ഗാർ ഹിറാ എന്ന ഗുഹയിൽ പോയി പ്രത്യേകം ആരാധന നടത്തിയിരുന്നോ? സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായം തന്നെ കൈഫകാന ബദഉൽ വഹീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയതിന്റെ തുടക്കം എന്താണ് അവിടെ പറയുന്നത്? 40 വയസ്സായിട്ട് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ആരും കാണാത്ത സ്ഥലത്ത് പോയി അള്ളാഹുവിന് പ്രത്യേകം ആരാധന നടത്തിയിരുന്ന മഹാൻ. അവിടെ ഖദീജ ബീവി ഭക്ഷണം കൊണ്ട് കൊടുക്കുകയല്ലേ? പോരാ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തീർക്കാൻ പോയിട്ട് എന്റെ ആയുഷ്കാലം മുഴുവനും പറഞ്ഞാൽ എനിക്ക് തീരുകയില്ലല്ലോ, ലോകത്താർക്കും തീർക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം പാറക്കടയിൽ വെച്ച് മദ്ഹുർ റസൂൽ പ്രസംഗിച്ചിട്ടുണ്ട് 2 ദിവസം. അതിന്റെ CD റബീഉൽ അവ്വൽ ഇറങ്ങുമ്പോൾ വാങ്ങിക്കേൾക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അതേ ഇന്നീല അഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്കൊരു കല്ലിനെ അറിയാം, എനിക്കൊരു കല്ലിനെ അറിയാം. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ഖബ്ല അൻ ഉബഅസ, എന്നെ നബിയാക്കി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട്. ജനങ്ങളെ, ആ കല്ലിനെ എനിക്ക് നന്നായി അറിയാം. ചോദിക്കട്ടെ, മക്കയിലുള്ള അറബി പയ്യന്മാർക്കൊക്കെ കല്ല് സലാം പറയാറുണ്ടോ? അക്ബറേ, കല്ല് സലാം പറയാറുണ്ടോ? സലഫി, കല്ല് സലാം പറയാറുണ്ടോ? സലാഹി, കല്ല് സലാം പറയാറുണ്ടോ? മൗലവി? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജ്മി. സർവ
സർവ മലക്കുകളുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളെയും നേതാവായി അള്ളാഹു തിരഞ്ഞെടുത്തയച്ച ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീബ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മുസ്ലിങ്ങളെ ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. ഓ ക്രിസ്ത്യാനിസ്റ്റ് സഹോദരന്മാരെ, ഹൈന്ദവ സഹോദരന്മാരെ, ഈ മൗലവിയെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് അറബി പയ്യനെന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുന്ന ഒരു പാർട്ടി, നിന്ദിക്കുന്ന ഒരു നേതൃത്വം, അതും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഈമാനോടെ മരിക്കുമോ? നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദരാ, ഇതെന്റെ വകയിലല്ലല്ലോ പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ ഹുസൈൻ സലഫിയില്ലേ, മൂപ്പരെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ കിടക്കുന്ന മഖബറകൾ അത് വലിയ മഹത്വമുള്ള സ്ഥലങ്ങളാണെന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിച്ചു വാങ്ങുകയാണ് ആ മഖബറയിൽ കിടക്കാൻ ഒരു 6 അടി മണ്ണ്. കാരണം ആ മഖബറക്ക് അത്രയും പ്രത്യേകതയുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുകയാണ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ മുസ്ലിം ലോകം മഹാന്മാരുടെ മഖബറക്ക് പ്രത്യേകതയുണ്ടെന്ന്, ബറക്കത്തുണ്ടെന്ന്, റഹ്മത്തുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് വിശ്വസിക്കുമ്പോൾ, ഹുസൈൻ സലഫി ആ മഖബറകളെ സംബന്ധിച്ച് പറയുന്ന വാചകം ശവകുടീരം. ഞാൻ അതാവത്ത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞെന്തറിയോ? അദ്ദേഹം പറഞ്ഞത് അത് ഈ അക്ബർ സാഹിബും കൂടിയുള്ള സദസ്സായതുകൊണ്ട് അവിടെ അമുസ്ലിമീങ്ങൾ ഉള്ളതിനാൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മഖ്ബറ എന്നതിന്റെ പുറമെ ശവകുടീരം എന്നും കൂടി അമുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ആ വാചകം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അമ്പിയാക്കളുടേന്ന് അയാൾ പറയുന്നു. എന്നാ പിന്നെ അതും മലയാളത്തിലാക്കണ്ടേ അയാൾ ആ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി? അതയാൾ ആക്കിയിട്ടില്ല. ഒന്ന് കേട്ടോളൂ. ജൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, ഞാൻ ചോദിക്കുന്നു, അമ്പിയാക്കൾ ശവങ്ങളാണോ? അവർ കിടക്കുന്ന മഖബറകൾ ശവകുടീരങ്ങളാണോ? ഇതാണോ അമ്പിയാക്കളെ ബഹുമാനിക്കൽ? മുസ്ലിംവാദികൾ നിന്ദിക്കുന്നുവെന്ന് അതിന്റെ നേതാവ് മോചന തീടിയിൽ പറഞ്ഞല്ലോ. ശരിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾ നിന്ദിക്കുന്നുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾ നിന്ദിക്കുന്നുണ്ട്. ഇനിയും കേട്ടോളൂ. ഇതേ ഹുസൈൻ സലഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തെ സംബന്ധിച്ച് പാറക്കടവിൽ നിന്ന് പറഞ്ഞു. ആ ജാറത്തിന്റെ മേലെ നബിയെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ മൗലവി പറഞ്ഞു, 2 ആഴ്ച മുമ്പ് പോയപ്പോഴും ഞാൻ ആ പദ്യം കണ്ടു എന്നാ പറയുന്നത്. എന്നെ വിമർശിച്ച് പ്രസംഗിക്കാണ്. എന്ത് പറയാൻ അവസാനം? അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടാണോ അവിടുത്തെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്ന് പറഞ്ഞത്? ഞാനത് നാദാപുരത്ത് ക്ലിപ്പിട്ട് കേൾപ്പിച്ചപ്പോ മൗലവിക്ക് നിൽക്ക കള്ളിയില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചു, നിൽക്ക കള്ളിയില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടം കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു? നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു. പോയി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചുകൊടുത്താ മോനെ. 2 കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും 2 കൂടി ഒന്ന് വെച്ചുകൊടുത്താ. 2 ആഴ്ച മുമ്പ് ഞാൻ മദ്യത്ത് പോയപ്പോൾ കണ്ടു. എന്റെ കണ്ടത് അവിടെ എഴുതിച്ചിരിക്കുന്നത് കബറിന്റെ കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ പറയുന്നു. ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ.
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളചാരമാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് ഇനി സഹോദരന്മാരെ? എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലവി പറഞ്ഞ പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്. ഉസ്താദ് കേട്ടോ? എന്താണ് ഹാജിയാരെ? ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ? എന്താണ്? കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറിയുണ്ട് മക്കയില്. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോ? ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുമോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല. അതിന് ഏഷ്യാനെറ്റ് വാർത്തയാലുള്ളൊരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി. പിന്നാണ് പറയുമ്പോൾ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്? അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുതുക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് നിർത്തി അതിന്റെ ബോർഡടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? ഇനി സഹോദരന്മാരെ, പറയാൻ ഇവിടെ സമയം പോരാ. എന്നാൽ ഞാൻ ആ ജാറത്തെ സംബന്ധിച്ച് ഞാൻ കള്ളജാറമെന്ന് പറഞ്ഞിട്ടില്ല. ഹുസൈൻ സലഫി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഞാൻ കേൾപ്പിച്ചു. ഇതിന്റെ പുറമേ നിങ്ങളെ കടവത്തൂരിൽ എപ്പോഴും ഉണ്ടാകുന്ന മൗലവിയല്ലേ സലാഹി പറയുന്നു, കേരള നെതുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ കുബ്ബ മുജാഹിദുകളായ ഞങ്ങൾ തകർക്കും. കേട്ടോളൂ. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഖബർ കുന്നിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് പോലും വിളിപ്പിക്കലും അതിന്റെ നേരത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊപ്പം ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാതെ മാത്രം ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. 2ാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇനിയൊരു സംശയവും വേണ്ടല്ലോ.
യാതൊരു സംശയവും വേണ്ട, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടുക. ഇതിലായി സുബ്ഹാനല്ലാഹ്, ഈ മൗലവിമാര് സ്വർഗത്തിലെ രാജാവ് ആവുക എന്നൊക്കെ പറയും പോലെ എന്നിട്ട് സൗദിയുടെ ഭരണം കേരള നദ്വത്തുൽ മുജാഹിദീന് കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിലെ പച്ചക്കുമ്പ തകർക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസം മക്കയിൽ ചെന്നിട്ട് കഅബ തകർക്കുമായിരിക്കും. അത്തരം സൽക്കർമ്മങ്ങളല്ലേ മൗലവിമാരെ പ്ലാനിങ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാരോട് നെറ്റ് കൈവച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, ഇവിടെ എത്ര ഈശ്വരവാദികളുണ്ട്, എത്ര മതവാദികളുണ്ട്, എത്ര വർഗവാദികളുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാരുണ്ട്? ഇന്ന് വരെ ചോദിക്കട്ടെ, ഇസ്രായേല് ഷാറൂന് മുതൽക്ക് ഏതെല്ലാം കക്ഷികൾ ഇവിടെയുണ്ട്? പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ലോകത്ത് കേന്ദ്രമായ മദീന ശരീഫിൽ അന്ത്യമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഞങ്ങൾ ഭരണം കിട്ടിയാൽ തകർക്കുന്ന ഷാറൂണിന് പറയാൻ ധൈര്യമോ? വല്ല തീവ്രവാദിയും പറഞ്ഞോ, വല്ല വർഗീയവാദിയും പറഞ്ഞോ, വല്ലതും പറഞ്ഞോ, വല്ല ബിന്ദുവും പറഞ്ഞോ? അത് പറഞ്ഞത് മുജാഹിദിന്റെ നടന്നേ. വേദനയോടെ ശ്രമിക്കുന്നു മുസ്ലിം സമുദായത്തിന് ഈ മുജാഹിദാന നേടിക്കൊടുക്കുന്ന മോചനം അത് ഇസ്ലാമിൽ നിന്നുള്ള മോചനമല്ലേ, കുഫറിലേക്കുള്ള മോചനമല്ലേ? പുത്തൻവാദികൾ നബിയെ നിന്ദിക്കുന്നുവെന്ന് നേതാവ് പറഞ്ഞത് ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പനെ സംബന്ധിച്ചും ഉമ്മനെ സംബന്ധിച്ചും നബിയെ കുറിച്ച് പയ്യനെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മതിയായില്ല. നബിയുടെ ജാറം കള്ളജാറമാണെന്ന് പറഞ്ഞിട്ട് മതിയായില്ല. സുബ്ഹാനല്ലാഹ് ശവകുടീരോ എന്ന് പറഞ്ഞ് മതിയായില്ല. ആ ജാറം തകർക്കൂന്ന് പറഞ്ഞ് മതിയായില്ല. അവിടുന്നും വിട്ടു നബിയുടെ ബാപ്പനെയും ഉമ്മനെയും പറയുന്നത് കേട്ടോ. നബിയുടെ ബാപ്പയും ഉമ്മയും എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ ഒക്കെ ഉന്നത കുടുംബത്തില. എന്താ പറഞ്ഞ ടീമൊക്കെ നരകത്തില. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ ഒക്കെ ഉന്നത കുടുംബത്തില. എന്താ പറഞ്ഞ ടീമൊക്കെ നരകത്തില. ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? അവനൊരു പറഞ്ഞു, പിന്നെ നരകത്തിലാണ് നിന്റെ വാപ്പ. അത് കേട്ട മനുഷ്യൻ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കരയണ്ട കരയണ്ട, അബീ വഅബാക ഫിന്നാർ, അബീ വഅബാക ഫിന്നാർ. എന്റെ വാപ്പയും നരകത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത നബിക്ക് വാപ്പാനോട് വിരോധമല്ലോ. അമ്മ വഹീവെടുത്തു, അബീ വഅബാക ഫിന്നാർ. എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. കണ്ടില്ലേ? വാസ്തവത്തിൽ ആ ഹദീസിന്റെ അർത്ഥവും വ്യാഖ്യാനവും മാറ്റിയതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് എന്റെ ബാപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നരകത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പിതൃ സഹോദരനായ അബൂതാലിബ്, ആ അബൂതാലിബ് നരകത്തിൽ കിടക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ അത് അദ്ദേഹത്തിന്റെ മനസ്സിനൊരു ചെറിയ സമാധാനം കിട്ടാൻ വേണ്ടി പിതൃ സഹോദരനായ അബൂതാലിബിനെ സംബന്ധിച്ച് ഇന്ന അബീവ അബാക ഫിന്നാർ എന്ന് എളാപ്പാനെ സംബന്ധിച്ചും മൂത്താപ്പനെ സംബന്ധിച്ചും ബാപ്പ എന്ന് പറയുന്ന സ്വഭാവം നമ്മളെ നാട്ടിലും പലപ്പോഴും ഉണ്ടല്ലോ. ആ നിലക്ക് പറഞ്ഞതാണതെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലേ? അതേ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട ഒരു ഹദീസ് മുസ്ലിമിൽ ഖാല റജുലുൻ ഐന അബീ യാ റസൂലല്ലാഹ് ഖാല ഫിന്നാർ ഫലമ്മാ വല്ലാദ ഫഖാല ഇന്ന അബീ വഅബാക ഫിന്നാർ യതഅയ്യനു തഅ്വീലുഹു. ഈ എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിലാണെന്ന് വാക്യാർത്ഥം വരുന്ന ഈ ഹദീസ് അതിന് വ്യാഖ്യാനിക്കൽ നിർണയമാണ്, നിർബന്ധമാണ്. അതിന്റെ വ്യാഖ്യാനം പറയാണ് അന്നഹു അറാദ ബിഅബീഹി അമ്മഹു അബാ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാപ്പ എന്നിവിടെ പ്രയോഗിച്ചത് അതേ പിതൃ സഹോദരനായ അബൂ താലിബിനെ സംബന്ധിച്ചാണ്. ലിമാ തഖററ അന്നൽ അറബ തുസമ്മി അമ്മ അബൻ.
അതേ അറബികള് പിതൃ സഹോദരനെ സംബന്ധിച്ച് അബു എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നതിനെന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ് വഖരീനത്തുൽ മജാസി ഫീഹി, അതിലങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നതിന്റെ തെളിവ് അൽ ആയത്തുൽ ആതിയത്തു ഷാഹിദത്തു ബിഖിലാഫിഹി അലാ സഹി മഹാമിലിഹാ ഇൻദ അഹ്ലി സുന്നah. അത് ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണെന്നതിന് തെളിവ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ആയത്തിനെതിരായി ഹദീസ് വരൂല, ഖുർആനിനെതിരായി റസൂലുള്ള പറയൂല. ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? മഹാനവറുകൾ പറയാണ്, അതേ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, റസൂലിനെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് നമ്മളൊരാളെയും ശിക്ഷിക്കൂല എന്ന് അല്ലാഹു പറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർഭം ചുമന്ന സമയത്തും നബിയുടെ കുട്ടിക്കാലത്തുമായി ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയതാണ്. അപ്പൊ ഒരു റസൂൽ അവർക്ക് വേണ്ടി വന്നിട്ടില്ല. റസൂലുള്ള വരുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ ശിക്ഷിക്കുകയില്ല. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിനെതിരായി റസൂലുള്ള പറയൂല. അതുകൊണ്ട് മുസ്ലിമിന്റെ ഹദീസിന്റെ വ്യാഖ്യാനവും അത് സ്വന്തം ബാപ്പയെ കുറിച്ച് പറഞ്ഞതല്ല, അത് പിതൃ സഹോദരനായ അബൂ താലിബിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഹംദിയിൽ വിവരിക്കുന്നു. അത് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി ആ വിഷയത്തിൽ 2-3 കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവരും അത് തന്നെ പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതല്ലേ ومما يدل على أن آباء محمد صلى الله عليه وسلم رسول الله ബാപ്പമാര് മാകാനൂ മുശ്രികീന, അവർ മുശ്രികീകളായിരുന്നില്ല എന്നതിന് തെളിവാണ് ഖൗലുഹു അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ലം അസൽ അൻഖുലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ റഹാമി ത്വാഹിറാത്ത് വഖാല തആല ഇന്നമൽ മുശ്രികൂന നജസുൻ ഫവജബ അൻ ലാ യകൂന അഹദുൻ മിൻ അജ്ദാദിഹി മുശ്രികൻ. ഹാദാ കലാമുൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണം പറയാണ്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മുശ്രിക്കുകൾ മാലിന്യമാണെന്ന്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംശുദ്ധമായ മുതുകളിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ മുതുകൊരിക്കലും തന്നെ മുശ്രിക്കാവൂല. അതുകൊണ്ട് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുശ്രിക്കാണെന്നോ നരകത്തിലാണെന്നോ പറഞ്ഞുകൂടാ. പിന്നെയും ഇമാം ബുഖാരിയുടെ ഹദീസ് എടുത്തുദ്ധരിക്കുകയാണ് ഇമാം സുയൂത്തി, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ഖർനൻ ഫഖർനൻ ഹത്താ ബുഇസ്തു മിനൽ ഖർനി ലത്തി കുന്തു ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല കൂട്ടത്തിലായിട്ടാണ് എന്റെ മുൻകാദികൾ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാദികൾ ഏറ്റവും നല്ലവരാണെങ്കിൽ അവിടുത്തെ മുൻകാദികളായ ബാപ്പമാർ ഒരിക്കലും തന്നെ മുശ്രിക്കീങ്ങളോ നരകക്കാരോ അല്ല. എത്രയെത്ര ഹദീസുകളാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ കിതാബുകളിൽ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. എത്ര ആയത്തുകളാണ് ഉദ്ധരിക്കുന്നത്. എന്നാ സഹോദരന്മാരെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ചില പണ്ഡിതന്മാരുടെ വാചകങ്ങൾ തെറ്റിദ്ധാരണക്കിട വരുന്ന വിധത്തിലുള്ള ചില വാചകങ്ങൾ കണ്ടപ്പോ ആ വാചകത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ആകയാൽ മഹാന്മാരായ ഇമാമിങ്ങൾ ഖുർആനും ഹദീസും നോക്കി വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറയാൻ പാടില്ല. അവരാദരിക്കപ്പെടേണ്ടവരാണ്. എന്നിട്ട് അതാ ഈ ടീമൊക്കെ നരകത്തിലാണെന്ന് അതാ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന വാചകം പറയുന്നത് മൗലവിമാർക്കൊരു ഹരമാണല്ലോ. ഇവർക്ക് നബിയോടുള്ള ബഹുമാനം എന്താണ്? പുത്തൻവാദികൾ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നുവെന്ന് പുത്തൻവാദിയുടെ നേതാവ് സലീം മൗലവി പറഞ്ഞത് ശരി തന്നെയല്ലേ? ഈമാനുള്ളവർ നെഞ്ഞത്ത് കൈവെച്ചൊന്ന് ചിന്തിക്കൂ. നെഞ്ഞത്ത് കൈവെക്കേണ്ടത് ചിന്തിക്കുമ്പോഴാണ്, നിസ്കരിക്കുമ്പോഴല്ല. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് സുബ്ഹാനല്ലാഹ്. ഈ മൗലവി ഒരു കാര്യം പറയുന്നുണ്ടോ, അതറിയോ? ഞങ്ങൾ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നത്.
അത് ഏൽപ്പിച്ചോട്ടാ പോലെ. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ ഒരാളുകൾ വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. അപ്പോ മൂപ്പര് പറയുന്നത് മുസ്ലിമീങ്ങളെ ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത്, എന്നെയും വിശ്വസിക്കരുത്. കാരണം എല്ലാ മൗലവിമാരെ കഥയും നന്നായിട്ട് മൂപ്പർക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇമാമിങ്ങളെ വിശ്വസിക്കണം, ഇമാമിങ്ങളെ വിശ്വസിക്കണം, സഹാബത്തിനെ വിശ്വസിക്കണം, ഖുർആനെ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കണം. ഇനി സഹോദരന്മാരെ, ആ മഹാന്മാരെ വഴി പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖിനല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വുളൂബിന്റെ സബീലയിലേക്ക് തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊന്ന് നിങ്ങൾ കേട്ടോളൂ. എന്നാൽ അത് ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമാകണ്ട. അതേ ആര മാർഗമാ സ്വീകരിക്കേണ്ടതെന്ന് മറ്റേ മൗലവി തന്നെ ഒന്ന് പറയട്ടെന്ന് വെച്ചു കൊടുക്കുമോനെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, ശുപാർശ ചെയ്യാൻ അല്ല. റബ്ബ് ജീവനാടിയേക്കാൾ അടുത്തവൻ, മനസ്സിലുള്ളത് അറിയുന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ആരെ മാതൃകയാക്കണം? രക്ഷപ്പെടാൻ വേണ്ടി, ഹിദായത്തിലെത്താൻ വേണ്ടി, ഹിദായത്ത് കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സൂറത്തു ദുആ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്. എന്തേ ആ പേര് കിട്ടാൻ കാരണം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തേണമേ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആ പ്രാർത്ഥന നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ഏതാണ് ആ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ആരാണ് റബ്ബ് അനുഗ്രഹിച്ചവർ? ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നു, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കേണമേ. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ നമ്മൾ ആരുടെ മാർഗമാ നോക്കേണ്ടത്? നമ്മൾ നബിമാരുടെ മാർഗം നോക്കണം. നബിമാരുടെ മാർഗം നോക്കണം എന്ന് പഠിച്ചല്ലോ. എന്നാൽ അതേ വ്യക്തി തന്നെ പറയുന്നു, എന്താ പറയുന്നതെന്നറിയോ? അള്ളയും നമ്മളുമായിട്ട് വളരെ അടുത്താണ്. അവിടെ അടുത്തവനോട് റെക്കമെന്റ് വേണ്ട. പിന്നെയോ അള്ളാനല്ലാതെ വിളിക്കാനും പാടില്ല, അള്ളല്ലാത്തവനെ വിളിക്കാനും പാടില്ല. അത് രണ്ടും കേൾപ്പിച്ചിട്ട് അമ്പിയാക്കളെ മാർഗം എന്താണെന്ന് ഖുർആൻ ഉദ്ധരിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന് വെച്ചു കൊടുക്കുമോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. അപ്പോ അല്ലാഹുവേ എന്നല്ലാതെ, റബ്ബേ എന്നല്ലാതെ നബിയെ എന്ന് വിളിച്ചാൽ ഇലാഹാക്കലാക്കി. ഇത് നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കി. ഒന്നുകൂടി കപ്പിച്ചേരാം. ഇയാൾ പറയുന്നത് അള്ളാഹ് നമ്മളേക്ക് വളരെ അടുത്തവനല്ലേ, പിന്നെ അടുത്തവന് വെച്ച് റെക്കമെന്റ് വേണോ? അതുകൂടി ഒന്ന് കേൾക്കട്ടെ. എന്ത് ഞാൻ അമ്പിയാക്കളെ പാത എന്താന്ന് നമുക്ക് നോക്കാം. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹു ആകുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെന്റ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെന്റ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. കേട്ടില്ലേ? എന്നാ ഞാൻ പറയട്ടെ, അള്ള ഏറ്റവും കൂടുതൽ ഈ മൗലവിയെ സ്നേഹിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അള്ള ആരെയാ സ്നേഹിക്കുന്നത്? അതല്ല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ള എല്ലാരെയും സ്നേഹിക്കുന്ന ഏർപ്പാട് അള്ളാക്കില്ല. അത് ചിലപ്പോൾ മൗലവിമാർക്കുണ്ടാകാം. അള്ള പറയുന്ന നബിയെ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങോട്ട് അള്ളാനോട് പ്രിയമുണ്ടെങ്കിൽ, ഫത്തബിഊനി, മുഹമ്മദ് നബിയാകുന്ന എന്നെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുക. യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെ മുഹമ്മദ് നബിയെ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിച്ചാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നത് നബിയെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കാണ്, ഖുർആൻ അംഗീകരിക്കുന്നവർക്കാണ്,
ഇയാളിപ്പോ എന്താ പറഞ്ഞത്? അള്ളാനെ മാത്രമേ വിളിക്കാവൂ. ഒന്ന്. രണ്ടാമത്തെ റെക്കമെന്റ് ആവശ്യമില്ല. എന്നാ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതുന്നു, മഹാനായ നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് സന്താനങ്ങൾ പോയി പറയുന്നു, അള്ളാനോടല്ല. എന്താ പറയുന്നു? യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിയോട് പറയാണ്, എന്താ പറഞ്ഞു? യാ അബാന, ഞങ്ങളുടെ ബാപ്പാ. അള്ളാനെ മാത്രമല്ല വിളിക്കുന്നത്, ബാപ്പാനെ വിളിക്കാൻ. എന്തിനാ വിളിക്കുന്നത്? ബാപ്പാനെ വിളിക്കുന്നത് വീടുണ്ടാക്കി കൊടുക്കാനല്ല, ബാപ്പാനെ വിളിക്കുന്നത് പെണ്ണെട്ടിച്ചു കൊടുക്കാനല്ല. പിന്നെയോ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ബാപ്പാ നിങ്ങളൊന്ന് റെക്കമെന്റ് ചെയ്യണേ. അള്ളാനോട് നിങ്ങളൊന്ന് റെക്കമെന്റ് ചെയ്യണേ. ഞങ്ങളെ പാപം അല്ല പൊറുത്തു തരാൻ വേണ്ടി റെക്കമെന്റ് ചെയ്യണേ. ഞങ്ങൾ അബദ്ധം സംഭവിച്ചവരായി. അപ്പൊ നബിമാരെ മാർഗം ഏതാണെന്നാ നോക്കേണ്ടത്. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അല്ല നിങ്ങളെ വളരെ സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് റെക്കമെന്റ് വേണ്ടാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. മഹാനവറുകളെ മറുപടി ഖുർആൻ പറയുന്നു, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് റെക്കമെന്റ് ചെയ്യും. എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്യും. അതേ സ്നേഹിക്കുന്നവന് റബ്ബിനോട് റെക്കമെന്റ് വേണോ എന്ന് മുജാഹിദിന്റെ നേതാവ് പ്രസംഗിച്ചത് അമ്പിയാക്കളെ മാർഗമല്ല, അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച മാർഗമല്ല. എനിക്ക് കേൾക്കണോ? കുറെ മലക്കുകളെ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് പാപികളായ നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്. മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹും ഹംദുന്നു വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്. ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മലക്കുകൾ അതാ ദോഷം പുറത്തു കൊടുക്കാൻ അല്ലാഹുവിനോട് റെക്കമെന്റ് ചെയ്യുന്നു. ഇനിയും കേട്ടോ, റെക്കമെന്റ് വേണോ? ഖുർആനാണ് മുസ്ലിം ഓതുന്നത്. ഇനി കേട്ടോ സഹോദരന്മാരെ, നബിയോട് അല്ലാഹുവിന്റെ കൽപ്പന. മുജാഹിദിന്റെ നേതാവ് മോചന പേരിലിറക്കിയ സീഡിയിൽ ഞാൻ കൽപ്പിച്ചത്, സ്നേഹിക്കുന്ന പടച്ചവനോട് റെക്കമെന്റ് വേണോ ചോദ്യം. ഈ ചോദ്യം ആരോടാണ് മൗലവിമാരെ? നിങ്ങൾ അല്ലാഹുവല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത്? കാരണം അവനല്ലേ പറയുന്നത്, നബിയെ താങ്കൾക്ക് വിട്ടുവീഴ്ച ന്യായികളെ ദോഷം ഞാൻ പുറത്തു കൊടുക്കാൻ നിങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യുക. അപ്പൊ അള്ള പറയുന്ന നബിയെ എന്നോട് റെക്കമെന്റ് ചെയ്യണം എന്ന്. അങ്ങനെ റെക്കമെന്റ് വേണോ? അല്ലാഹുവിനെ മൗലവിമാര് പഠിപ്പിക്കുകയാണോ? ഇനിയും കേട്ടോ ഖുർആനിലായത്തെ അന്നഹു ലാ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറപ്പിച്ച് വിശ്വസിച്ച് അംഗീകരിക്കൂ. വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള ഭാരദോഷം പൊറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ വേണ്ടി നബിയെ തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യുക. തങ്ങളുടെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാനും എന്നോട് ചെയ്യുക. തങ്ങൾക്ക് ദോഷമില്ലാതിരിക്കാനും തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ തന്നോട് റെക്കമെന്റ് ചെയ്യാമെന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നു. അപ്പൊ അല്ലാഹു റെക്കമെന്റ് വേണം. അല്ലാഹു പറയുന്ന നബിയെ റെക്കമെന്റ് ചെയ്യണം. മലക്കുകളെ അല്ലാഹു ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ യാക്കൂബ് നബിയോട് നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യണം എന്ന് പറയുമ്പോ ഞാൻ ചെയ്യാമെന്ന് യാക്കൂബ് നബി പറയുന്നു. ഇതൊക്കെ ഖുർആനിലുള്ള തന്നെ മുസ്ലിമീങ്ങളെ റെക്കമെന്റ് വേണോ എന്ന് ഈ മൗലവിമാര് ചോദിക്കുന്നു. ഖുർആനും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്ക് മുജാഹിദിൽ നിന്ന് മോചനം വേണോ? സർത്താവിന്റെ സന്ദേശമാ പറയുന്നത്, ഖുർആനിന്റെ സന്ദേശമാ പറയുന്നത്. നിങ്ങൾക്ക് ഈമാൻ വേണോ? നിങ്ങൾക്ക് അദാജത്തിൽ നിന്ന് മോചനം വേണോ? കുഫറിൽ നിന്ന് മോചനം വേണോ? ഖുർആൻ വിരുദ്ധ ആശയത്തിൽ നിന്ന് മോചനം വേണോ? അതിനുവേണ്ടി ഖുർആനാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, റെക്കമെന്റ് വേണ്ടാന്നല്ലേ മൗലവിമാര് സീഡി ഇറക്കിയത്? ഞാൻ ചോദിക്കട്ടെ, മരിച്ച മയ്യത്തും വെച്ചിട്ട് ഈ മയ്യത്തിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന ദിക്ർ അല്ലേ മയ്യത്തുസ്കാരം? മരിച്ച മയ്യത്തിന്റെ പേരിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മൗലവി, മരിച്ച മയ്യത്തും വെച്ചിട്ട് മയ്യത്തിന്റെ പേരിൽ അതാ നിസ്കാരം. ഒന്നാമത്തെ പരിപാടി അല്ലാഹു അക്ബർ എന്ന ദിക്ർ. അടുത്ത പരിപാടി അൽ ഫാത്തിഹ, മയ്യത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ. കടവത്തൂരിൽ ഞാനൊരു വീട്ടിൽ വന്നു. അവിടെ ആ
ആ വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാണ്. കല്യാണ വീടോ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിച്ചിട്ട് അവിടെ ഗൃഹപ്രവേശന ദിവസമോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടുന്ന് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാണ്. ഒരാൾ കൈ താഴ്ത്തി അവിടെ ഇട്ടു. സുബ്ഹാനല്ലാഹ്, ബാലൻ നായർ അല്ല, കുഞ്ഞിരാമക്കുറുപ്പല്ല, മുസ്ലിമിന്റെ പേരുള്ള ഒരാൾ കൈ താഴ്ത്തി അവിടെ ഇട്ടു. അയാൾ ആമീൻ പറഞ്ഞില്ല, അയാൾ ഫാത്തിഹ ഓതിയില്ല. ഞാൻ ചോദിക്കുന്നു, ഈ സമുദായത്തെ നിങ്ങൾ എവിടെയാ എത്തിച്ചത്? ഫാത്തിഹ ഓതുന്നത് എവിടെയാ കുഴപ്പം? മുസ്ലിമീങ്ങളെ, ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? സാധാരണക്കാരനായ മുസ്ലിമേ, നിങ്ങളെ എവിടേക്കാ നിങ്ങളെ നേതാക്കന്മാർ കൊണ്ടുപോയത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? അതേ, ഫാത്തിഹയിൽ നിന്നുള്ള രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനല്ലേ സൂറത്തുൽ ഫാത്തിഹ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ അത്? എന്നിട്ട് പിന്നെയും നിങ്ങൾ നോക്കൂ, എന്നിട്ട് ഞാൻ ആരോടാ ദുആ ചെയ്തത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് ഞാൻ അല്ലാഹുവോടല്ലേ ദുആ ചെയ്യുന്നത്? ഈ വീട്ടിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഈ വീട്ടിന് കാവൽ നൽകണം അല്ലാ, ഈ വീട്ടിൽ നിന്ന് മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഈ വീട്ടിന്റെ ആളുകളിൽ നിന്ന് മരിച്ചുപോയവർക്ക് പൊറുക്കണം അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ വാശിയോടുകൂടെ കയ്യും നാട്ടിയിട്ട് അവിടെ ഇരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും ആമീൻ പറയൂല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരാശയമാ സഹോദര? അല്ലാഹുവിന്റെ ഖുർആൻ അല്ല പറയുന്നു, ഉദൂനി അസ്തജിബ്കും, എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. അല്ല പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്റെ അടിമ ചോദിച്ചാ പറയും, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ദുആക്ക് ഉത്തരം കൊടുക്കും. നമ്മൾ എവിടെയും അല്ലാഹുവോട് ദുആ ചെയ്യും, ഇവിടെയും ചെയ്തിട്ടാ തുടങ്ങിയത്, അവസാനം ദുആ ചെയ്തിട്ടാ നിർത്തുകയും ചെയ്യാ. സുബ്ഹാനല്ലാഹ്, എന്തേ ഇവർക്ക് ദുആയോട് ഇത്ര വലിയ വിരോധം? ദുആ ചെയ്തുകൂടാ എന്ന് വാശി എന്താണ്? ചെയ്യുമ്പോൾ ആമീൻ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണോ? അല്ലാഹുവേ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്, കൂട്ടായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എന്തേ റസൂലിനെ സ്വീകരിക്കുന്നതിന് എന്തിനാണ് മടി? സ്വീകരിക്കുന്നതിന് എന്തിനാണ് മടി? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ ചോദ്യം അവിടെയല്ല. മയ്യിത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മയ്യിത്തിന്റെ പേര് ചൊല്ലി, എന്നിട്ട് മയ്യിത്തിന് ഒരു ഫാത്തിഹയും ഓതി, വീണ്ടും അല്ലാഹു അക്ബർ എന്ന തക്ബീർ ദിക്ർ ചൊല്ലി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ മയ്യിത്തിന്റെ പേര് സലാം ചൊല്ലി, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, അതിന്റെ ശേഷം അതാ മൗലവി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അതിന്റെ അർത്ഥം, ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അത് റെക്കമെൻഡ് അല്ലേ മൗലവി? ഈ മയ്യിത്തിന് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് അല്ലേ? പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുകയല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അല്ലാഹ് നമ്മളെ. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് കമ്പി വേണോ എന്ന ചോദ്യം മുജാഹിദ് മയ്യിത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മൗലവി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച പോലെ നെഞ്ഞത്ത് കൈവെക്കുമ്പോ നിങ്ങളൊന്ന് ചോദിക്കണേ അനുയായികളെ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മരിച്ച മയ്യിത്തിന് പുറത്തു കൊടുക്കണേ എന്ന് നമ്മളെ റെക്കമെൻഡ് വേണോ? മോചനത്തിന്റെ പേര് നിങ്ങളിറക്കിയ CD ഞാൻ കേൾപ്പിച്ചത്. മോചനം വേണ്ടത് ആർക്കാണ്? അത് മുജാഹിദിനാണ്. എന്തിൽ നിന്ന്? മൗലവിമാരിൽ നിന്ന്. മോചനം വേണോ? മടങ്ങൂ ഖുർആനിലേക്ക്, മടങ്ങൂ ഹദീസിലേക്ക്, മടങ്ങൂ ഇസ്ലാമിലേക്ക്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദര? അതും കഴിഞ്ഞിട്ട് പിന്നെ ആ മയ്യിത്ത് കൊണ്ടുവന്ന് കബറിൽ വെച്ചു. കബറിൽ വെച്ചിട്ട് പിന്നെന്താ ചെയ്യുന്നു? മൗലവിയും കൂട്ടരും നിന്നിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ അവർ ചെല്ലുന്നു, അല്ലാഹുമ്മ തബ്ബിത്ഹു ഇന്ന സുആൽ. ചോദിക്കട്ടെ മൗലവി, അല്ലാഹുവോട് പറയുന്ന ചോദ്യം ചോദിക്കുമ്പോ പഠിച്ചവനെ ഉത്തരം തോന്നിപ്പിക്കണേ. അൽഹിമ്മുൽ ജവാബ്, ഒന്ന് ചോദ്യം ചോദിക്കുമ്പോ സ്ഥിരത നൽകണേ. ചോദിക്കട്ടെ, അള്ളല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മയ്യിത്തിനെ, മനുഷ്യനെ? പിന്നെ നമ്മളെ വകയിൽ റെക്കമെൻഡ് വേണോ? നമ്മളെ വകയിൽ റെക്കമെൻഡ് വേണോ? റെക്കമെൻഡ് വേണോ എന്ന് ചോദിച്ചത് നിങ്ങളല്ലേ? ഈ സമുദായത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം. റെക്കമെൻഡ് വേണോ? പിന്നെന്തിനെ നിങ്ങൾ അല്ലാഹുമ്മ തബ്ബിത്ഹു ഇന്ന സുആൽ എന്ന് പറയുന്നത്? നിങ്ങളെന്തിനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയുന്നത്? നിങ്ങളെന്തിനെ അൽഹിമുൽ ജവാബ് എന്ന് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മുജാഹിദിന്റെ ആശയത്തിൽ പെട്ടുപോയ സാധാരണക്കാരാ, അല്ലാഹുവേ അത്തരം ആളുകൾക്ക് നീ സന്മാർഗം കാണിക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ അവർ ഖുർആൻ വിശദമായി പഠിച്ചവർ വളരെ കുറവാണ്, ഹദീസ് വിശദമായി പഠിച്ചവർ കുറവാണ്, ഇമാമികളെ കിതാബ് മനസ്സിലാക്കിയവർ കുറവാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഈ മൗലവിമാരെ യുക്തിവാദം കേട്ടിട്ട് പിഴച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. അല്ലാഹ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഓ
സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, റെക്കമെൻഡ് വേണം, ഉണ്ടായേ പറ്റൂ. എത്ര ആയത്താണ് ഖുർആൻ പിന്നെയും പറയുന്നത്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഓ നബിയേ, അവർ തെറ്റ് ചെയ്തു പോയെങ്കിൽ, തെറ്റ് ചെയ്തു പോയ ഏത് കക്ഷിയും എന്താ ചെയ്യേണ്ടത്? ഖുർആനിൽ എന്ന് പറയാണ്, ജാഊക തങ്ങളെ സമീപിക്കട്ടെ, ഫസ്തഗ്ഫിറുല്ലാഹ് എന്നിട്ട് അല്ലാഹുവിനോട് അവർ മാപ്പ് ചോദിക്കട്ടെ, വസ്തഗ്ഫറ ലഹുർ റസൂൽ തങ്ങളും അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. ഈ റെക്കമെൻഡ് റസൂലുള്ള ചെയ്യണമെങ്കിൽ എന്ത് വേണം? നബിയോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. ഇതാർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. നിങ്ങൾ നോക്കൂ, ഒരാള് അങ്ങനെ ഖുർആനിലുണ്ടോ, നബിയോട് പറയണമെന്ന് ഖുർആനിലുണ്ടോ എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംശയം ബുദ്ധിയുള്ളവരെ വരൂല. കാരണം അള്ളാഹ് പറയുന്നത് എന്താണ്? ആരെങ്കിലും തെറ്റ് ചെയ്തുപോ നബിയെ സമീപിക്കണം, എന്നിട്ട് അള്ളാഹിനോട് അവിടുന്ന് പൊറുക്കല്ല ചോദിക്കണം. അതിന്റെ പുറമെ നബിതങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കണം. നബിതങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കണമെങ്കിൽ എന്ത് വേണോ? നബിയോട് ഇവരത് ആവശ്യപ്പെടണ്ടേ? ഏതുപോലെ ഒരാളോട് പറഞ്ഞു സുഖല്ല, ഒരാൾ പറഞ്ഞു എനിക്ക് സുഖല്ല, പറഞ്ഞു നീ നാളെ ഡോക്ടറെ കാണണം, എന്നിട്ടോ ഡോക്ടർ മരുന്ന് തരണോ? ഡോക്ടറെ കണ്ടാ മരുന്ന് കിട്ടുമോ? ഡോക്ടറെ കാണണം, അല്ലെ ഡോക്ടറെ സമീപിക്കണം, എന്നിട്ട് മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലെ മരുന്ന് തരണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡോക്ടറെ കണ്ടിട്ട് എന്റെ രോഗം പറയണമെന്നല്ലേ? അത് ആർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയല്ലേ? ഖുർആൻ അല്ലാഹു പറഞ്ഞു നബിയെ സമീപിക്കണം, എന്നിട്ട് അല്ലാഹുവോട് പറയണം. പിന്നെയോ നബി നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. നബി റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നബിയോട് പറയണം. ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആള് പിന്നീട് അത് തെറ്റിദ്ധരിക്കണ്ടെന്ന് മനസ്സിലാക്കി ഇബ്നു കസീർ, റാസി, ഫതുൽ ഖദീർ തുടങ്ങിയ എല്ലാ തഫ്സീറിന്റെ കിതാബിലും അത് വിശദീകരിച്ചു. യുർസിദു തആല, അല്ലാഹ് നിർദ്ദേശം നൽകുകയാണ്, അൽസാത്ത പാപികൾക്ക്, വൽ മുദ്രിബീന തെറ്റ് ചെയ്തവർക്ക്, അയ്യതു ഇലർ റസൂലി, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലണം, ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, എന്നിട്ട് നബിയുടെ അടുക്കൽ വെച്ച് അല്ലാഹുവോട് മാപ്പ് ചോദിക്കണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നബിയോട് അവർ ആവശ്യപ്പെടണം. ഫൈനഹും ഇദാ ഫഅലൂ ദാലിക, അങ്ങനെ അവരത് ചെയ്താൽ തഅബല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ തൗബ സ്വീകരിക്കുന്നതാണ്. വറഹിമഹും വഗഫറ ലഹും, അല്ലാഹു കരുണ ചെയ്യുന്നതും പൊറുക്കുന്നതുമാണ്. തഫ്സീർ ഇബ്നു കസീർ 1520. ആദിയും അത് തന്നെ പറയുന്നു. ആദി പറയുന്നു, അന്നഹും ഇദാ ജാഊ, നബിയെ അവരെ സമീപിച്ചാൽ, ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹീഹി, അതേ അല്ലാഹു തആല റിസാലത്ത് കൊണ്ടും വഹി കൊണ്ടും ബഹുമാനിച്ച പ്രത്യേകമാക്കിയ നബിയെയാണ് സമീപിക്കുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, നബി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരറബി പയ്യനല്ല. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കിടയിലും അല്ലാഹുവിന്റെ അടുക്കലും അല്ലാഹ് മധ്യവർത്തിയാക്കി നിശ്ചയിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വമൻ കാന കദാലിക, അങ്ങനെയുള്ള ഒരു നേതാവ്, ഫഇന്നല്ലാഹ ലാ യർദു ശഫാഅതഹു, അല്ലാഹു തആല നബിയുടെ റെക്കമെൻഡ് തള്ളൂല. റാസി തഫ്സീർ റാസി 10:130. ഇങ്ങനെ അതാ എല്ലാരും പറയുന്ന എന്തിനധികം നെഞ്ഞത്ത് കൈകെട്ടണമെന്ന് ആദ്യമായി പറഞ്ഞ മുജാഹിദിന്റെ നേതാവായ അവര് പരിചയപ്പെടുത്തുന്ന അതേ ശൗക്കാനി വരെ അദ്ദേഹത്തിന്റെ ഫതുഹുൽ ഖദീറിന്റെ 1-ാം വാല്യം 543-ാമത്തെ പേജിൽ പറയുന്നത്, ജാഊക മുതവസ്സിലീന ഇലൈക മുൻതസിലീന അൻജിനായാതിഹിം മുഖാലഫാതിഹിം ഫസ്തഗ്ഫിറുല്ലാഹ ലിദുനൂബിഹിം വതദറഉ ഇലൈക ഹത്താ ഖംത സഫിയൻ ഫസ്തഗ്ഫർത ലഹും. നബിയോട് താഴ്മയോട് അവർ വന്ന് സങ്കടം പറഞ്ഞിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫതുഹുൽ ഖദീറിന്റെ 1-ാം വാല്യം 543-ാം പേജ്. ഇത് തന്നെ അമാനി മൗലവിയും പറഞ്ഞിട്ടില്ലേ? ഞാനൊന്നുകൂടി വായിക്കാം, ശരിക്കും മൗലവി ഒന്ന് മനസ്സിലാക്കണോടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താബൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ.